ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പനിംഗ് അവേഴ്സിലേക്ക് സ്വാഗതം. ലയണൽ മെസ്സി നവംബർ 15-ന് കേരളത്തിലെത്തും. അർജന്റീന ടീം കൊച്ചിയിൽ എത്തുക നവംബർ 15-നാണ്. നവംബർ 18-ാം തീയതി വരെ കേരളത്തിൽ മെസ്സിയും സംഘവും ഉണ്ടാകും. കലൂർ സ്റ്റേഡിയം സന്ദർശിക്കാൻ ടീം പ്രതിനിധി ഇന്ന് കൊച്ചിയിലെത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. മലയാളികളാകെ, ഫുട്ബോൾ പ്രേമികൾ ഒന്നാകെ കാത്തിരിക്കുന്ന വാർത്തയ്ക്ക് അവസാനം ഇതാ ഒരു സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ മെസ്സി കളിക്കും എന്നുറപ്പായിരിക്കുന്നു, അല്ലേ? ഗുഡ് മോർണിംഗ് ബിനിൽ. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും ആവേശകരമുണ്ടാകുന്ന വാർത്തയാണ്. എന്നായിരിക്കും മെസ്സി എത്തുക, എന്ന് കേരളത്തിൽ കളിക്കുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ. അതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. മെസ്സി അടങ്ങുന്ന അർജന്റീനൻ ടീം നവംബർ 15-ന് കൊച്ചിയിലേക്ക് എത്തുകയാണ്. 18-ാം തീയതി വരെ കൊച്ചിയിൽ മിശിഹ അടങ്ങുന്ന അർജന്റീൻ ടീം ഉണ്ടാകും. ഈ 3 ദിവസത്തിന് ഇടയ്ക്ക് ഒരു ദിവസമായിരിക്കും കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മെസ്സി അടങ്ങുന്ന അർജന്റീൻ ടീം ബൂട്ടണിയുക. ഇന്ന് അർജന്റീനൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു പ്രതിനിധി കൊച്ചിയിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം സന്ദർശിക്കുകയും ചെയ്യും. സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവൃത്തികൾ, അതിൻ്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം നവംബർ 15-ാം തീയതി മെസ്സി അടങ്ങുന്ന അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തുകയാണ്. ഇനി വെറും 1.5 മാസത്തെ മാത്രം കാത്തിരിപ്പാണ്. കഴിഞ്ഞ ലോകകപ്പിന് പിന്നാലെ തന്നെ നമുക്ക് ഏറ്റവും ആവേശകരമുണ്ടാകുന്ന തരത്തിലേക്ക് വാർത്തകൾ വന്നിരുന്നു. അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കായിക വകുപ്പ് നടത്തുകയും ചെയ്തു. മന്ത്രി വി അബ്ദുറഹ്മാനാണ് സ്പെയിനിൽ പോയി അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധിയെ കണ്ട് കേരളത്തിലേക്ക് വരാനുള്ള സംസ്ഥാനത്തിൻ്റെ ആഗ്രഹം മുന്നോട്ട് വെച്ചത്. ആ ചർച്ച നടത്തി. അതിന് പിന്നാലെയാണ് ആ ചർച്ച മുന്നോട്ട് പോവുകയും അവർ കേരളത്തിലേക്ക് വരാനുള്ള സന്നദ്ധത സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം സംസ്ഥാനം സ്പോൺസർമാരെ കണ്ടെത്തി. അവർ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നു. അവരും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനുമായി കൂടിക്കാഴ്ച നടത്തുകയും പല പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ കേരളത്തിലേക്ക് വരാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ഒടുവിൽ നവംബർ 2-ാം വാരത്തിലേക്ക് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. അതിന് ഏറ്റവും ഒടുവിലാണിപ്പോൾ എന്ന് കേരളത്തിലേക്ക് മെസ്സി അടങ്ങുന്ന അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ എത്തുമെന്നുള്ള ചോദ്യം ഉയർന്നത്. അതിനുള്ള ഉത്തരം നവംബർ 15-ാം തീയതി മിശിഹ അടങ്ങുന്ന അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലേക്ക് എത്തുകയാണ്, കൊച്ചിയിലേക്ക് എത്തുകയാണ്. 15-ാം തീയതി, 16-ാം തീയതി, 17-ാം തീയതി, 18 ഈ 4 ദിവസം ഉണ്ട് നമുക്ക്. അതിലൊരു ദിവസമായിരിക്കും കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മെസ്സി അടങ്ങുന്ന അർജന്റീൻ ഫുട്ബോൾ ടീം കളിക്കുക. എതിരാളി ആരാണെന്ന കാര്യത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അർജന്റീൻ ഫുട്ബോൾ ടീം ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ടീമിനെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം. അർജുൻ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മെസ്സി സ്വകാര്യ സന്ദർശനമല്ല, ഇത് ടീമിനൊപ്പമുള്ള ഔദ്യോഗിക സന്ദർശനമാണല്ലോ. ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുകയാണല്ലോ. അപ്പോൾ അർജന്റീന എന്ന് പറയുന്ന ലോകത്തിലെ 1-ാം നമ്പർ ആയിരുന്ന ഇപ്പോൾ 3-ാം നമ്പറിൽ നിൽക്കുന്ന ലോകകപ്പ് ജേതാക്കളായിട്ടുള്ള, വിശ്വത്തെ നേടിയിട്ടുള്ള ആ ടീമിന് എതിരെ ആര് കളിക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതൊരു വാശിയേറിയ മത്സരമാകണം എന്ന് കേരളം പോലെ ഇത്രയും ഫുട്ബോൾ സാക്ഷരത അല്ലെങ്കിൽ ഫുട്ബോൾ ജ്വരം നിൽക്കുന്ന ഒരു നാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആരാകും മെസ്സിക്കും സംഘത്തിനുമെതിരെ കളിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ അവിടെ നിലനിൽക്കുന്നത്. ആ ചർച്ചകൾ ഏത് വിധത്തിലാണ്? ഏതെല്ലാം ടീമിനെയാണ് നിലവിൽ സ്പോൺസർമാരും സർക്കാരും പരിഗണിക്കുന്നത്? ബിനിൽ, പ്രധാനമായും ഏഷ്യൻ ടീമിനെ, ഫിഫ റാങ്കിൽ ആദ്യ 50 റാങ്കിൽപ്പെട്ട ടീമിനെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ബിനിൽ പറഞ്ഞതുപോലെ തന്നെ അർജന്റീൻ ഫുട്ബോൾ ടീമാണ്, മെസ്സി അടങ്ങുന്ന ടീമാണ്. ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സൗഹൃദ മത്സരം എന്ന നിലയ്ക്ക് കൂടി അവർക്ക് കൂടി അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആവേശവും ഒക്കെ അതിനൊക്കെ അപ്പുറത്തേക്കൊക്കെ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനും അതിനെ ഗൗരവമായി തന്നെ കാണും. പ്രത്യേകിച്ച് ലോകകപ്പൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം എന്ന നിലയ്ക്കൊക്കെ അതിനെ ഗൗരവമായി തന്നെ അവരും കാണും. അതുകൊണ്ട് തന്നെ കേരളവും ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരാധകരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അതിനൊത്ത ഒരു എതിരാളി അവർക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ്. അതിൽ പ്രധാനമായും നേരത്തെയൊക്കെ പറഞ്ഞത് കേട്ടത് സൗദി ഉൾപ്പെടെയുള്ള ടീമുകളാണ്. സൗദിയും മികച്ച നിലവാരം പുലർത്തുന്ന, മികച്ച ഒരു മത്സരങ്ങളിലൊക്കെ മികച്ചൊരു പ്രകടനം നടത്തുന്ന ടീമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി. അതുകൊണ്ട് തന്നെ സൗദി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം കൊളംബിയയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. കൊളംബിയയും അങ്ങനത്തെ അവരോടും അങ്ങനെ സമീപിച്ചിട്ടുള്ള തരത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അക്കാര്യത്തിലുള്ള അന്തിമ സ്ഥിരീകരണം വന്നിട്ടില്ല. അതേ സമയത്ത് ആരാധകർക്ക് ഒട്ടും നിരാശയുണ്ടാകുന്ന തരത്തിലായിരിക്കില്ല ആ എതിരാളി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അർജന്റീൻ ഫുട്ബോൾ ടീം വരുന്നത് കൊണ്ട് തന്നെ അതിനൊത്തൊരു എതിരാളി എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും സർക്കാരും സ്പോൺസർമാരും ഒക്കെ ആ മത്സരത്തെ കാണുക. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീം തന്നെ അർജന്റീനയ്ക്ക് വ്യക്തമായിരിക്കും. അർജന്റീന ഒരു കാര്യം മാത്രം, കാരണം ഈ ഫിഫയുടെ നിലവാരവുമായി
ചേർന്ന് നിൽക്കുന്നില്ല കൊച്ചിയിലെ സ്റ്റേഡിയം, അവിടെ മറ്റ് ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ കളിക്കാൻ സാധിക്കില്ല എന്നൊരു വിമർശനവും അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തലും ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് അവിടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരുന്നല്ലോ കൊച്ചിയിലെ സ്റ്റേഡിയത്തിന് നേരത്തെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ കാര്യമായി നടത്തേണ്ടതുണ്ട് എന്ന വിധത്തിൽ AIF പ്രതിനിധികൾ ഉൾപ്പെടെ നിർദ്ദേശം നൽകി എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഉടൻ പരിഹരിക്കുക, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാലാണല്ലോ ഈ കളി പൂർണ്ണാർത്ഥത്തിൽ നടക്കുകയുള്ളൂ. ബിനിൽ, തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. നേരത്തെ തന്നെ ബിനിൽ പറഞ്ഞതുപോലെ തന്നെ ചില ആശങ്ക ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം, ISL മത്സരങ്ങളടക്കം നടക്കുന്ന അങ്ങേയറ്റം ആരാധകർ ആവേശത്തോടു കൂടി വരുന്ന സ്റ്റേഡിയമാണ്, കേരളത്തിലെ സ്റ്റേഡിയമാണ് കൊച്ചി സ്റ്റേഡിയം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. കഴിഞ്ഞ ദിവസം കായിക വകുപ്പ് ഇക്കാര്യത്തിൽ GCDAക്ക് ഒരു കത്ത് അയക്കുകയും ചെയ്തു. ഇങ്ങനെ നവംബർ 2ാം വാരം അർജന്റീൻ ഫുട്ബോൾ ടീം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൂർത്തിയാക്കേണ്ട ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ പണികളൊക്കെ പൂർത്തീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായിക വകുപ്പും GCDAക്ക് കത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തായാലും 1.5 മാസം കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ പൂർത്തിയാക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈ 1.5 മാസം എടുത്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ വിഷയങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവേശകരമാകുന്ന വാർത്ത അല്ലെങ്കിൽ ഏറ്റവും ആവേശകരമാകുന്ന കാര്യം സംഭവിക്കും. നവംബർ 15-ന് മെസ്സി അടങ്ങുന്ന അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് മത്സരത്തിനെത്തും. അതിന് മുൻപ് പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നീക്കം കായിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതിന്റെ സംഘാടകരായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഒക്കെ സംഘാടകരായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് GCDA കൊച്ചി കലൂർ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം പരിപാലിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേഗത്തിലുള്ള നടപടികളിലേക്ക് GCDA കടക്കും. സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്പോൺസർമാരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് അർജുൻ രാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വളരെ നിർണായകമായ കാര്യം 15-ാം തീയതി മെസ്സി ഇവിടെ എത്തും എന്ന കാര്യമാണ് ഇപ്പോൾ സ്പോൺസർമാരും സർക്കാരും സ്ഥിരീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ അർജന്റീന ടീമിന്റെ പ്രതിനിധി തന്നെ നമ്മുടെ സ്റ്റേഡിയം കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം പരിശോധിക്കാൻ പോവുകയാണ്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.